നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ സഖാവ് കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു. സത്യപ്രതിജ്ഞയ്ക്കായിട്ട് ഡൽഹിക്ക് പോയി. അദ്ദേഹം ഇനി രാധാകൃഷ്ണൻ MP എന്ന പേരിൽ അറിയപ്പെടും. അദ്ദേഹം പോയ സമയത്ത് ഇവിടെ ഉണ്ടായൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ദിവ്യ എസ് അയ്യർ എന്ന പേരുള്ള ഒരു IAS ഉദ്യോഗസ്ഥ, അവർ പത്തനംതിട്ട കളക്ടറാണ്. അതിലുപരി നമ്മുടെ മുൻ MLA KS ശബരിനാഥൻ്റെ സഹധർമ്മിണിയാണ്. ഇവർ ഈ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്യുന്ന ഒരു ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പടർന്നു പിടിച്ചു. ഇതേ തുടർന്ന് ഒരുപാട് പേർ ദിവ്യ എസ് അയ്യരെ വിളിച്ച് അഭിനന്ദിക്കുകയും വളരെ മാതൃകാപരമായൊരു പ്രവൃത്തിയാണ് ഇവർ ചെയ്തത് എന്ന് അവരെ അറിയിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതേസമയത്ത് തന്നെ ഒരു ബ്രാഹ്മണ കുടുംബാംഗമായ ദിവ്യ പട്ടിക സമുദായക്കാരനായ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്തത് വലിയൊരു സാമൂഹ്യ വിപ്ലവത്തിൻ്റെ തുടക്കമാണ് എന്ന് ചില സാമൂഹ്യ നിരീക്ഷകന്മാർ ഇവിടെ നിരീക്ഷിക്കേണ്ടതുണ്ട്. അത് ഏതാണ്ട് സഹോദരൻ അയ്യപ്പൻ്റെ മിശ്രഭോജനം പോലെ, അല്ലെങ്കിൽ എന്താണ് പ്രിയദത്ത കല്ലാട്ടിൻ്റെ മിശ്രവിവാഹം പോലെ അതിവിപ്ലവകരമായ സ്ഫോടകാത്മകമായൊരു സംഭവമാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. അത് പോയിട്ട് ചില ദളിത് ബുദ്ധിജീവികൾ പറയുന്നത് ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ ആലിംഗനത്തിന് വിധേയനാകാൻ മഹാമനസ്കത കാണിച്ച ഒരു മഹാനാണ് രാധാകൃഷ്ണൻ എന്നാണ്. അതൊക്കെ ഓരോരുത്തരുടെ വീക്ഷണത്തിനനുസരിച്ച് വ്യത്യാസം വരും. ഇവിടെ ഈ സംഭവം ഞാനതിൻ്റെ ചില രാഷ്ട്രീയ വശങ്ങളാണ് പറയാൻ പോകുന്നത്. ഇത് KS ശബരിനാഥൻ്റെ ഭാര്യയല്ല, മറ്റൊരു IAS ഉദ്യോഗസ്ഥയായിരുന്നെങ്കിൽ ഇതിന് ഈ മാതിരി പ്രചാരം കിട്ടുമോ എന്നുള്ളൊരു കാര്യം. രണ്ടാമത്, രാധാകൃഷ്ണൻ ഈ IAS ഉദ്യോഗസ്ഥയെ അങ്ങോട്ട് ആലിംഗനം ചെയ്യുകയാണ് ചെയ്തതെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താവും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. പണ്ട് നമ്മുടെ നീലലോഹിദാസ് നടൻ, അദ്ദേഹത്തിൻ്റെ ഇൻഡസ്ട്രിയിലിനെ കുറച്ച് അപകടം പിടിച്ചതാണ്. പിന്നെ പേരാണെങ്കിൽ നീലയിലാണ് ആരംഭിക്കുന്നത്. അങ്ങനെയുള്ളൊരു മന്ത്രി, അദ്ദേഹം ഗതാഗത മന്ത്രിയായിരിക്കുന്ന സമയത്ത്, മൂന്നാം നയനാർ മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു കൊല്ലമായ സമയത്താണ് ഈ ഗതികേട് പറ്റിയത്. ഇവിടുത്തെ അന്നത്തെ പ്രസിദ്ധയായ ബ്രാഹ്മണ കുലജാതിയായ ഒരു IAS ഉദ്യോഗസ്ഥയോട് ആലിംഗനം ചെയ്തില്ല, ആലിംഗനം ചെയ്യാൻ താല്പര്യമുണ്ട് എന്നറിയിച്ചോളൂ. അവർ ഉടനെ തന്നെ ഒരു കാൽപ്പായ കടലാസിൽ പരാതി എഴുതി മുഖ്യമന്ത്രി നയനാരുടെ ഔദ്യോഗിക വസതിയിൽ കൊണ്ടുകൊടുത്തു. ആദ്യം തന്നെ ശാരദ ടീച്ചറുടെ കയ്യിൽ കൊടുത്തു. ടീച്ചർ അത് നയനാരുടെ കയ്യിൽ കൊടുത്തു. നയനാർ അപ്പം തന്നെ നീലനെ വിളിച്ച് രാജിക്കത്ത് എഴുതി മേടിച്ചു. പിറ്റേ ദിവസം പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൂടി നീലോഹിദാസ് നാടാരുടെ സത്യസന്ധതയിലും നിഷ്പക്ഷതയിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവശുദ്ധിയിലും ഉള്ള വിശ്വാസം ഐക്യകണ്ഠേന രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിക്കാനായിട്ട് മുഖ്യമന്ത്രിയോട് അപേക്ഷിച്ചു. അങ്ങനെ ആ അധ്യായം അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല. അതിനെ തുടർന്ന് അന്വേഷിക്കാനായിട്ട് കമ്മീഷണേഴ്സ് ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം ഒരു സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജിയെ വെച്ച് അന്വേഷണം നടത്തിച്ചു. അന്വേഷണം തുടങ്ങിയുള്ളൂ. അപ്പോഴത്തേക്കും ഈ ഉദ്യോഗസ്ഥ തുടർന്നുള്ള നടപടികൾ ബഹിഷ്കരിച്ചു എന്ന് മാത്രമല്ല, അത് അന്വേഷിച്ച ഹൈക്കോടതി ജഡ്ജിയെക്കുറിച്ച് അവിശ്വാസം രേഖപ്പെടുത്തി. പിന്നെ ആ ജഡ്ജിയുടെ കോലം തിരുവനന്തപുരത്ത് ചില വനിതാ സംഘടനക്കാർ കത്തിച്ചു. അങ്ങനെ കേരള ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ കോലം കത്തിക്കലിന് വിധേയനാകാനുള്ള അവസരം അല്ലെങ്കിൽ ഭാഗ്യം ഈ മഹാനായ ജഡ്ജിക്ക് കൈവന്നു. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, റിട്ടയർ ചെയ്ത് പോയി. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി. ആലിംഗനം ചെയ്തില്ല, ചെയ്യാൻ ആഗ്രഹിച്ചോളൂ. അത് ഇത്ര വലിയ പുലിവാലി ചെയ്ത് അവസാനിച്ചു. അങ്ങനെയാണ് നീലലോഹിദാസ് നാടാരുടെ രാഷ്ട്രീയ ജീവിതത്തിന് മിക്കവാറും ഒരു സെമിക്കോളൻ വീണത്. പൂർണ്ണവിരാമമായില്ല, സെമിക്കോളനിൽ ചെന്ന് അവസാനിച്ചു. ഇതാണ് പുള്ളിയുടെ അവസ്ഥ. ഇതുപോലെ ഇപ്പോൾ രാധാകൃഷ്ണൻ ഒരുപക്ഷെ സംഭവിക്കുമായിരുന്നു. അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഈ നാട്ടിലെ കപട സദാചാരവാദികൾ മുഴുവൻ കൂടി ചേർന്നിട്ട് പുള്ളിയെ ചിത്രബോധം ചെയ്തത്. മാത്രമല്ല, ഇപ്പം തന്നെ ഒരു വലിയ അപകടമുണ്ട്. ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉത്തമ പ്രവർത്തകനും കേന്ദ്ര കമ്മിറ്റി അംഗവും സമുന്നത നേതാവുമായ രാധാകൃഷ്ണൻ ഒരു ഉദ്യോഗസ്ഥയുടെ ആലിംഗനത്തിന് നിന്നു കൊടുത്തു. മാത്രമല്ല, ഇദ്ദേഹം അവിവാഹിതനുമാണ്. വിവാഹിതരായിരുന്നെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ വഴക്കുണ്ടാക്കിയത്. ആ അപകടം ഒഴിവായി. ഈ ഭാര്യയെ പേടിക്കണ്ട. ഇത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു വലിയ ചീത്തപ്പേരായിട്ട് മാറി. അല്ലെങ്കിൽ പാർട്ടി നടപടി എടുക്കുകയും ചെയ്യും. കോൺഗ്രസ് MLAയുടെ ഭാര്യയ്ക്ക് ആലിംഗനത്തിന് നിന്നു കൊടുത്തത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് തീർച്ചയായിട്ടും തെറ്റാണ്. അത് പാർട്ടിയമായ അച്ചടക്ക ലംഘനത്തിൻ്റെ ഗുരുതരമായ സദാചാര ലംഘനമായിട്ടൊക്കെ ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇത് തന്നെ വേറൊരു രീതിയിലായിരുന്നു വിചാരിക്കുക. ഇപ്പോൾ രാധാകൃഷ്ണൻ ആയതുകൊണ്ട് പുള്ളിക്ക് പരാതിയില്ല. സച്ചിൻ ദേവായിരുന്നു മാതൃകയായിരിക്കും. അദ്ദേഹത്തെ ഈ ദിവ്യ എസ് അയ്യർ ആലിംഗനം ചെയ്തെങ്കിൽ പുള്ളി തീർച്ചയായിട്ടും ബലാത്സംഗ ശ്രമത്തിന് പരാതി കൊടുക്കുമായിരുന്നു. മാത്രമല്ല, ആ പട്ടിക സമുദായക്കാരനായ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ആ ഒരു ചാർജ് കൂടി, ഒരു വകുപ്പ് കൂടി കൂട്ടിച്ചേർത്ത് കൊടുത്തത്. അങ്ങനെയാണെങ്കിലും ആ ദിവ്യ എസ് അയ്യർ കുടിക്കാൻ. ഇനി അതും വേണ്ടെന്ന് വയ്ക്കുക. ഇതിൽ പ്രോട്ടോക്കോളിൻ്റെ ഒരു പ്രശ്നമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഒരു IAS ഉദ്യോഗസ്ഥ
ഒരു മന്ത്രിയെ അല്ലെങ്കിൽ മുൻ മന്ത്രിയെ ആലിംഗനം ചെയ്യുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കോൺടാക്ട് റൂൾസ് അനുസരിച്ച് ശരിയാണോ? IAS പെരുമാറ്റച്ചട്ടം അനുസരിച്ച് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. ഇനി IAS അല്ല, അതിൽ കുറഞ്ഞ ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും ചെയ്യാൻ പാടുണ്ടോ? അത് ചെയ്യാൻ പാടില്ല. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നമ്മളെ കാണുമ്പോൾ സ്നേഹിക്കാം, കെട്ടിപ്പിടിക്കാം, ഉമ്മ വയ്ക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷേ പൊതുജനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തിരിച്ച് അങ്ങോട്ട് അതുപോലെ ചെയ്യാൻ പറ്റുകയില്ല. ചെയ്ത സംഗതി വിവരം അറിയും. ഇത് വിവരം അറിഞ്ഞ കേസ് കേരളത്തിലുണ്ടായിട്ട് ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ നമ്മുടെ ഡോക്ടർ MA കുട്ടപ്പൻ AK ആന്റണിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. അദ്ദേഹം ഈ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം അങ്ങനെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അയാൾ കോൺഗ്രസ് അനുഭാവിയും ഖദർധാരിയുമായിരുന്നു. ഈ ഖദർധാരിയായ ഉദ്യോഗസ്ഥൻ വേറെ 1-2 പേരും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മന്ത്രി കുട്ടപ്പന വിളിക്കുന്നത്. കുട്ടപ്പനെ കണ്ടപ്പോൾ ഈ ഖദർകാരൻ എന്തോ മുജന്മ കർമ്മഫലമായിട്ട് ചെയ്തതാണ്. അദ്ദേഹത്തിന് ഷെയ്ക്കാൻ കൊടുക്കാനൊരു കൈ നീട്ടി. കുട്ടപ്പൻ ഈ ഖദർകാരനെ കണ്ടപ്പോൾ ഇവരെ ഏതോ കോൺഗ്രസ്സുകാരനാണെന്ന് വിചാരിച്ച് ഷെയ്ക്കാൻ കൊടുത്തു. ഷെയ്ക്കാൻ കൊടുത്തതിന് ശേഷം ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ PRDയിലെ ഇന്ന ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞപ്പോൾ കുട്ടപ്പൻ ചൂടായി. കുട്ടപ്പന് ഭയങ്കര ക്രോധം വന്നു. കുട്ടപ്പൻ പറഞ്ഞു, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ നീ മന്ത്രിയെ എനിക്ക് ഷെയ്ക്കാൻ തോന്നുന്നു, എങ്ങനെ ധൈര്യപ്പെട്ടു? ഇത് പ്രോട്ടോകോൾ ലംഘനമാണ് എന്ന് പറഞ്ഞ് കുട്ടപ്പൻ അയാളെ ശകാരിക്കുക മാത്രമല്ല അപ്പം തന്നെ ഒരു പരാതി എഴുതി അന്ന് PRD മന്ത്രിയായിരുന്ന MM ഹസനെ ഏൽപ്പിച്ചു. ഹസൻജിക്ക് ഇത് കണ്ടപ്പോൾ ക്രോധമുണ്ടായി. ഹസൻ അപ്പം തന്നെ കുട്ടപ്പനോട്, കുട്ടപ്പ പോട്ടെ സാരമില്ലാതെ വിചാരിച്ച് സമാധാനിപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഹസൻ ആ മന്ത്രിയുടെ പവർ കാണിച്ചു. അപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. ഉദ്യോഗസ്ഥൻ അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഒരു റിട്ട് ഹർജിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിലെ പണ്ഡിതനായ ജഡ്ജി ഇത് വായിച്ചു നോക്കിയിട്ട് ഇത് വലിയ ഗുരുതരമായ കൃത്യവിലോപവും പെരുമാറ്റ ദൂഷ്യവും തന്നെയാണ്, അയാൾ അന്വേഷണം നേരിടട്ടെ എന്ന് പറഞ്ഞ് ഹർജി തള്ളിക്കളഞ്ഞു. അങ്ങനെ സസ്പെൻഷൻ തുടർന്നു എന്നുള്ളതാണ് ചരിത്രം. പിന്നീട് ആ ഉദ്യോഗസ്ഥന് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ചരിത്രമുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ദിവ്യ അയ്യർ ആലിംഗനം ചെയ്യുകയോ അല്ലെങ്കിൽ ചുംബിക്കുകയൊക്കെ ചെയ്യുന്നെങ്കിൽ നമുക്ക് വിരോധമില്ല. അല്ലെങ്കിൽ പലവിധ കുഴപ്പങ്ങൾക്ക് സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞ IAS ഉദ്യോഗസ്ഥരുടെ അനുഭവമുണ്ട്, മന്ത്രി നീലൻ്റെ അനുഭവമുണ്ട്, കുട്ടപ്പന് ഷെയ്ക്കാൻ കൊടുത്ത പാവപ്പെട്ട PRD ഉദ്യോഗസ്ഥൻ്റെ അനുഭവമുണ്ട്, മറ്റ് പല സംഗതികളുമുണ്ട്. പിന്നെ CPMകാരാണെങ്കിൽ ഈ നമ്മുടെ ദിവ്യ അയ്യരെയും അവരുടെ ഭർത്താവായ ശബരിയെയും പല രീതിയിൽ മാനഭംഗപ്പെടുത്താനും മാനഹാനി വരുത്താനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഏതായാലും ഇപ്പോൾ ദളിത് ബുദ്ധിവീളും ദളിതല്ലാത്ത ബുദ്ധിവീളും തമ്മിലുള്ള തർക്കമായിട്ട് നിലനിൽക്കുകയാണ്. നാളെ ഇത് ഏതൊക്കെ ഡയമെൻഷനിൽ പോകുന്ന നമുക്കറിയില്ല. വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ സവിശേഷ അധികാരം ഉപയോഗിച്ച് ഈ മുൻ മന്ത്രിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച കുറ്റത്തിന് ഇവരുടെ പേരിൽ വേണമെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാം. ഇന്ത്യൻ പീനൽ കോഡിൽ ഏതൊക്കെ വകുപ്പുകൾ ഉപയോഗിച്ച് ഇവരെ ചിത്രവധം ചെയ്യാൻ പറ്റുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ IAS ഉദ്യോഗസ്ഥരൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ വനിതാ IASകാർ വരുമ്പോൾ മന്ത്രിമാരെ അല്പം അകലം പാലിക്കുന്നതാണ് നല്ലത്. അതുപോലെ മന്ത്രിമാരിൽ നിന്നും അല്പം അകലം പാലിക്കുന്നതാണ് IASകാർക്കും മറ്റെല്ലാവർക്കും നല്ലത്. ഇനി മറ്റൊരു വലിയ ഒരു അപകടം കൂടി വരാനുണ്ട്. ഇതൊരു ഒരു കീഴ്വഴക്കമായി മാറിയാൽ മന്ത്രിമാരൊക്കെ ഇനി IAS വരുമ്പോൾ ഇവർ നമ്മളെ ആലിംഗനം ചെയ്യണം എന്നൊരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കി വെക്കുമെന്ന് അറിയില്ല. അവരോട് ബഹുമാനം കാണിക്കാൻ, അവരോട് ആദരവ് പ്രകടിപ്പിക്കാൻ, അവരോടുള്ള സ്നേഹാതിരയം കാണിക്കാനായിട്ട് വരുന്ന IAS ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് നാളെ പൊതുഭരണ വകുപ്പിൽ നിന്ന് സർക്കുലർ ഇറങ്ങും എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതായിട്ടിരിക്കും. ഇത് തീർച്ചയായിട്ടും ഒരു ശരിയായ കീഴ്വഴക്കമല്ല ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറയാനായിട്ട് എനിക്ക് യാതൊരു മടിയുമില്ല. പിന്നെ കെട്ടിപ്പിടിക്കുക ഉമ്മയൊക്കെ ചെയ്യുന്ന ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ ഔദ്യോഗിക കർത്തവ്യ നിർവഹണത്തിനിടയ്ക്ക് അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരെ കാണുമ്പോൾ, മന്ത്രിയെ കാണുമ്പോഴൊക്കെ കെട്ടിപ്പിടിക്കാനും ചുംബിക്കാനൊക്കെ തുടങ്ങിയാൽ അത് തീർച്ചയായിട്ടും വലിയ അപകടത്തിൽ ചെന്ന് അവസാനിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പ്രശ്നമല്ല, സർക്കാർ ഉദ്യോഗത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നം മാത്രമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും രാധാകൃഷ്ണൻ്റെ ടൈം ബെസ്റ്റ് ടൈം എന്നല്ല, അതൊന്നും പറയാനില്ല. ഡൽഹിയിൽ ചെല്ലുമ്പോൾ വളരെ സൂക്ഷിക്കണം എന്ന് മാത്രം അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വിപ്ലവം ജയിക്കട്ടെ. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.